For latest news, subscribe our channel and press the bell icon. Never miss any news. നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. ആരാധനാലയങ്ങളിൽ പൊതുവെ നാം പോകാറുള്ളത് ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. മനസ്സമാധാനം, ആഗ്രഹപൂർത്തീകരണത്തിനായുള്ള പ്രാർത്ഥനകൾ തുടങ്ങി പലർക്കും പലവിധ ഉദ്ദേശങ്ങളായിരിക്കും. ആരാധനാലയങ്ങൾ സന്ദർശിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ്. അമ്പലത്തിൽ പോകുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് നോക്കാം. അമ്പലത്തിലെ ഓരോ ചിട്ടകൾക്കും വിധികൾക്കും പുറകിൽ നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പലവിധ കാര്യങ്ങളുമുണ്ട്. ക്ഷേത്ര ദർശനം ഏതു വിധത്തിലാണ് ആരോഗ്യത്തെ സ്വാധീനിക്കാറുള്ളതെന്ന് നോക്കാം. ക്ഷേത്രങ്ങളിൽ പ്രധാനമായും 5 കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. മണിയടിക്കുക, കർപ്പൂരം കത്തിക്കുക, പുഷ്പങ്ങൾ അർപ്പിക്കുക, പ്രദക്ഷിണം ചെയ്യുക, കുറി തൊടുക എന്നിവയാണത്. ഇവ പഞ്ചേന്ദ്രിയങ്ങളെ പോസിറ്റീവാക്കാൻ സഹായിക്കുന്നു. ചെരുപ്പിട്ട് അമ്പലത്തിൽ പ്രവേശിക്കരുതെന്നാണ് പറയുന്നത്. അമ്പലത്തിലെ നിലം പോസിറ്റീവ് ഊർജം നിറഞ്ഞതാണ്. ചെരുപ്പൂരി അമ്പലത്തിൽ നടക്കുമ്പോൾ ഈ ഊർജം കാൽപാദത്തിലൂടെ നമ്മളിലെത്തുന്നു. സിംബോളിക്കായി ചെരുപ്പൂരി വെക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം നമ്മുടെ ഈഗോ ഉപേക്ഷിച്ചു എന്നാണ്. അമ്പലമണികൾ പഞ്ചലോഹങ്ങൾ അടങ്ങിയതാണ്. ഇതിന്റെ മണിമുഴക്കം കാതുകളിൽ പോസിറ്റീവ് സ്പന്ദനങ്ങൾ ഉണ്ടാക്കും. ഇതിന്റെ ശബ്ദം നമുക്ക് ശാന്തത നൽകും. തലച്ചോറിന്റെ ഇരുഭാഗങ്ങളും തമ്മിൽ ലയത്തോടെ പ്രവർത്തിക്കാൻ ഇത് സഹായിക്കും. കർപ്പൂരം കത്തിക്കുമ്പോൾ അത് കണ്ണുകൾക്ക് ഊർജം നൽകുന്നു. കർപ്പൂര ആരതി തൊട്ട് കണ്ണിൽ വെക്കുമ്പോൾ സ്പർശനത്തിലൂടെയും ഇത് നമുക്ക് ലഭിക്കുന്നു. പൂക്കളുടെ കാഴ്ചയും ഗന്ധവുമെല്ലാം ഇന്ദ്രിയങ്ങൾക്ക് ഉണർവ് നൽകുന്നവയാണ്. ചെമ്പുപാത്രങ്ങളിൽ പൂക്കളും തുളസിയും ഇട്ട് തീർത്ഥം സേവിക്കുന്നതിന് ആരോഗ്യ ഗുണങ്ങൾ ഏറെയുണ്ട്. ശരീരത്തിലെ വാത, പിത്ത, കഫദോഷങ്ങളെ ചെറുക്കാൻ ചെമ്പുപാത്രത്തിലെ വെള്ളം ഏറെ നല്ലതാണ്. അതേപോലെ തന്നെ നെറ്റിയിൽ ചന്ദനക്കുരി തൊടുന്നതിനും ശാസ്ത്രീയമായ വിശദീകരണമുണ്ട്. ചന്ദനം നമ്മുടെ ശരീരത്തിന് തണുപ്പ് നൽകും. നിങ്ങൾക്കും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ. ഈ റിപ്പോർട്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ്, ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.